അധ്യായം 43, 44. മുൻകൂട്ടിയുള്ള തയ്യാറെടുക്കൽ. സാധാരണ ഹിന്ദുക്കൾക്കിടയിൽ ഒരാൾ ആസന്നമരണനായി കിടക്കുമ്പോൾ എന്തെങ്കിലും പുണ്യഗ്രന്ഥങ്ങൾ അയാൾക്ക് വായിച്ചു കേൾപ്പിച്ച് അവസാന നിമിഷത്തിൽ ലൗകിക കാര്യങ്ങളെ അയാൾ ചിന്തിക്കാൻ ഇടവരുത്താതെ ആധ്യാത്മിക കാര്യങ്ങളിൽ ആലോചനയുണ്ടാക്കി സൽഗതി ഉണ്ടാക്കി കൊടുക്കുക എന്നൊരു സമ്പ്രദായമുണ്ട്. പരീക്ഷിത് മഹാരാജാവിനെ ഒരാഴ്ചക്കുള്ളിൽ മരിച്ചുപോട്ടെ എന്ന് ഒരു ബ്രാഹ്മണ മുനി ശപിച്ചപ്പോൾ അദ്ദേഹത്തിന് ശുഗമഹർഷി ഒരാഴ്ച കൊണ്ട് ഭാഗവതം മുഴുവൻ വായിച്ചു കേൾപ്പിച്ചു. ഈ സമ്പ്രദായം ഇപ്പോഴും തുടർന്നു വരുന്നതും ഗീത, ഭാഗവതം മുതലായ വിശിഷ്ട ഗ്രന്ഥങ്ങൾ മരിക്കാറായവരെ വായിച്ചു കേൾപ്പിക്കുന്ന പതിവ് ഇന്നും നിലനിൽക്കുന്നതുമാകുന്നു. ഒരു ദൈവാവതാരമെന്ന നിലയ്ക്ക് ബാബയ്ക്ക് ഈ വക സഹായങ്ങളൊന്നും ആവശ്യമില്ലായിരുന്നെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ വേണ്ടി ബാബ ഈ സമ്പ്രദായം തന്നെ സ്വീകരിച്ചു. ബാബ അന്ധവിശ്വാസം വലിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ് ബാബ വാസി എന്ന ആളോട് രാമവിജയം വായിച്ചു കേൾപ്പിക്കാൻ പറഞ്ഞു. വാസി ഒരാഴ്ച കൊണ്ട് പുസ്തകം ഒരിക്കൽ വായിച്ചു. എന്നിട്ട് ബാബ അയാളോട് ഒരിക്കൽ കൂടി രാവും പകലും വായിക്കാൻ പറഞ്ഞ പ്രകാരം 3 ദിവസങ്ങൾ കൊണ്ട് വായന പൂർത്തിയാക്കി. അങ്ങനെ 11 ദിവസങ്ങൾ കഴിഞ്ഞു. അയാൾ വീണ്ടും 3 ദിവസങ്ങൾ കൂടി വായിച്ച് അത്യധികം ക്ഷീണിതനായി. പിന്നീട് ബാബ അയാളെ പോവാൻ അനുവദിച്ച് ശാന്തനായി പറഞ്ഞു. അദ്ദേഹം ആത്മനിൽ തന്നെ അധിവസിച്ച് അന്ത്യനിമിഷം കാത്തിരുന്നു. 2-3 ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ബാബ തന്റെ രാവിലത്തെ നടത്തവും ഭിക്ഷാടനവും നിർത്തൽ ചെയ്ത് മസ്ജിദിൽ തന്നെ ഇരിക്കലായി. അവസാന നിമിഷം വരെ ബോധത്തോടു കൂടിയിരുന്ന ബാബ ഭക്തരോട് ധൈര്യമായിരിക്കാൻ പറഞ്ഞു. ആരെയും അന്ത്യനിമിഷം എപ്പോഴായിരിക്കുമെന്ന് അറിയിച്ചില്ല. കാക്കാ സാഹിബ് ദീക്ഷിതും ശ്രീമാൻ ഭോട്ടിയും മസ്ജിദിൽ ബാബയുടെ കൂടെ തന്നെയാണ് നിത്യഭക്ഷണം കഴിച്ചിരുന്നത്. അന്നത്തെ ദിവസം, അതായത് ഒക്ടോബർ 15-ന് ആരതിക്ക് ശേഷം അവരോട് വാസസ്ഥലത്തേക്ക് പോയി ഭക്ഷണം കഴിക്കാൻ നിർദ്ദേശിക്കുകയാണുണ്ടായത്. എന്നിട്ടും കുറച്ചുപേർ, അതായത് ലക്ഷ്മിബായി ഷിൻഡെ, ഭഗോജി ഷിൻഡെ, ബായാജി, ലക്ഷ്മണൻ ബാലഷിംപി, നാനാ സാഹിബ് നിമോൻകർ എന്നിവർ അവിടെ തന്നെ ഇരുന്നു. ശ്യാമ ഒതുക്കിന്മേലിരിക്കുകയായിരുന്നു. ലക്ഷ്മിബായി ഷിൻഡെക്ക് 9 ഉറുപ്പിക കൊടുത്ത ശേഷം തനിക്ക് മസ്ജിദിൽ സുഖമില്ലെന്നും തന്നെ ഭൂട്ടിയുടെ കല്ലുകൊണ്ടുണ്ടാക്കിയ വാടയിലേക്ക് കൊണ്ടുപോകണമെന്നും അവിടെ സുഖമായിരിക്കുമെന്നും പറഞ്ഞു. ഈ അവസാന വാക്കുകൾ പറഞ്ഞ് ബായാജിയുടെ ചുമലിലേക്ക് ചാരി അന്ത്യശ്വാസം വലിച്ചു. ഭഗോജി ബാബയുടെ ശ്വാസം നിലച്ചതായി കണ്ട് താഴെയിരിക്കുന്ന നാനാ സാഹിബ് നിമോൻകറോട് വിവരം പറഞ്ഞു. നാനാ സാഹിബ് കുറച്ച് വെള്ളമെടുത്ത് ബാബയുടെ വായിലൊഴിച്ചു. അത് പുറത്തേക്കൊഴുകി. അപ്പോൾ അയാൾ ഉറക്കെ "ഓഹ് ദേവാ" എന്ന് വിലപിച്ചു. ബാബ ചെറുതായി കണ്ണൊന്ന് തുറന്ന് "ഹാ" എന്ന് പറഞ്ഞ മാതിരി തോന്നി. പക്ഷേ ബാബ ദേഹത്യാഗം ചെയ്തു എന്ന് വ്യക്തമായി. ബാബ സമാധിയായ വിവരം കാട്ടുതീ പോലെ ഗ്രാമമാകെ പരന്നു. ആബാലവൃദ്ധം ജനങ്ങൾ മസ്ജിദിൽ തടിച്ചുകൂടി പല വിധത്തിൽ വിലപിച്ചു. ചിലർ ഉറക്കെ കരഞ്ഞു, ചിലർ നിരത്തിൽ കിടന്നുരുണ്ടു, ചിലർ ബോധം കെട്ടു വീണു. എല്ലാവരുടെയും കണ്ണുകളിൽ നിന്നും കണ്ണീർ പൊഴിഞ്ഞ് അവിടെ മുഴുവൻ ശോകസ്തബ്ധമായി. അപ്പോൾ ബാബയുടെ ദേഹം എങ്ങനെ സംസ്കരിക്കണമെന്ന പ്രശ്നം ഉയർന്നു വന്നു. ചില മുഹമ്മദിയർ ബാബയെ തുറന്ന ഒരു സ്ഥലത്ത് മറവ് ചെയ്ത് ഒരു ശവകുടീരം പണി ചെയ്യണമെന്നായി. കുശൽ ചന്ദം അമീർ സർക്കാരും ഈ അഭിപ്രായത്തോട് യോജിച്ചു. അംശമധികാരിയായ രാമചന്ദ്ര പട്ടേൽ തീർത്തും പറഞ്ഞു, "നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ബാബയുടെ ദേഹം വാടയിലല്ലാതെ വേറെ എവിടെയും അടക്കുന്നതല്ല." ഇങ്ങനെ ഭിന്നാഭിപ്രായം ഉയർന്നുവന്ന് 36 മണിക്കൂറോളം ഇതിനെപ്പറ്റി ചർച്ച നടന്നു. ബുധനാഴ്ച രാവിലെ ബാബ ലക്ഷ്മൺ മാമ ജോഷിക്ക് സ്വപ്നദർശനം നൽകി. അയാളുടെ കൈ പിടിച്ചു വലിച്ചു പറഞ്ഞു, "വേഗം എഴുന്നേൽക്ക്. ബാപ്പു സാഹിബ് കരുതുന്നത് ഞാൻ മരിച്ചുവെന്നാണ്. അതുകൊണ്ട് അവൻ വരില്ല. നീ ആരാധനയും രാവിലത്തെ ആരതിയും നടത്തണം." ലക്ഷ്മൺ മാമ ഗ്രാമത്തിലെ ജോത്സ്യനും ശ്യാമയുടെ മാതുലനുമായിരുന്നു. അയാളൊരു യാഥാസ്ഥിതിക ബ്രാഹ്മണനായിരുന്നു. അയാൾ നിത്യവും ബാബയെയും ഗ്രാമദൈവങ്ങളെയും ആരാധിക്കുമായിരുന്നു. അയാൾ പൂജാ സാധനങ്ങളുമായി വന്ന് മൗലവിമാരുടെ പ്രതിഷേധം വകവയ്ക്കാതെ പൂജയും കാക്കട ആരതി പോലും മുറ പോലെ നടത്തി മടങ്ങിപ്പോയി. പിന്നീട് ഉച്ചയ്ക്ക് ബാപ്പു സാഹിബ് ജോഗ് എല്ലാവരോടും കൂടി വന്ന് പതിവ് പോലെ മധ്യാഹ്ന ആരതി നടത്തി.
ബാബയുടെ വാക്കുകളെ ബഹുമാനിച്ച് ജനങ്ങൾ ബാബയെ വാടയിലടക്കാൻ തീരുമാനിച്ച് മധ്യത്തിൽ കുഴിവെട്ടാൻ തുടങ്ങി. ചൊവ്വാഴ്ച വൈകുന്നേരം റഹഡയിൽ നിന്ന് സബ് ഇൻസ്പെക്ടറും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് മറ്റു ജനങ്ങളും വന്ന് ഈ തീരുമാനത്തോടെ യോജിച്ചു. അടുത്ത പ്രഭാതത്തിൽ ബോംബെയിൽ നിന്ന് അമീർ ഭായിയും കോപ്പർ ഗാവോണിൽ നിന്ന് മംലത്ത്ദാറും വന്നു. ജനങ്ങൾ അപ്പോഴും അഭിപ്രായ വ്യത്യാസത്തിലാണ്. ചിലർ തുറന്ന സ്ഥലത്ത് മറവു ചെയ്യാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. മംലത്ത്ദാർ പൊതുജനാഭിപ്രായം എന്തെന്ന് വോട്ടിനിട്ടപ്പോൾ വാടയിലടക്കുന്നതിന് എതിരഭിപ്രായത്തിന്റെ ഇരട്ടി വോട്ട് കിട്ടിയതായി കണ്ടു. അയാൾ ഏതായാലും കലക്ടറുടെ അഭിപ്രായം കൂടി ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ കാക്കാ സാഹിബ് ദീക്ഷിത് കലക്ടറെ കാണാൻ അഹമ്മദ് നഗറിലേക്ക് പുറപ്പെട്ടു. അപ്പോഴേക്കും ബാബയുടെ പ്രചോദനം കൊണ്ട് എതിരഭിപ്രായക്കാരുടെ മനസ്സ് മാറി അവരും വാടയിലടക്കാനുള്ള അഭിപ്രായത്തോട് യോജിച്ചു. ബുധനാഴ്ച വൈകുന്നേരം ബാബയുടെ ദേഹം വിലാപയാത്രയായി എഴുന്നള്ളിച്ച് വാടയിൽ കൊണ്ടുവന്ന് അവിടെ ഗർഭഗൃഹത്തിൽ മുരളീധരന് തയ്യാറാക്കിയ സ്ഥാനത്ത് വിധിയാംവണ്ണം സമാധിയടക്കി. യഥാർത്ഥത്തിൽ ബാബ തന്നെ മുരളീധരനായി. വാട ഒരു ക്ഷേത്രവും തീർത്ഥാടന കേന്ദ്രവുമായി. അവിടെ അനേകം ഭക്തന്മാർ ശാന്തിക്കും സമാധാനത്തിനുമായി വന്നുകൊണ്ടിരിക്കുന്നു. പ്രൊഫസർ നാർക്കെ പ്രസ്താവിച്ച പ്രകാരം 36 മണിക്കൂർ കാറ്റുകൊണ്ട് കിടന്നിട്ടും ബാബയുടെ ദേഹം മരവിച്ചില്ല. എല്ലാ അവയവങ്ങളും സാധാരണ പോലെ തന്നെ ഇളക്കാൻ കഴിഞ്ഞിരുന്നു. കഫ്നി സുഖമായി എളുപ്പം ഊരിയെടുക്കാൻ തന്നെ കഴിഞ്ഞു, അല്ലാതെ കീറിയെടുക്കേണ്ടതായി വന്നില്ല. ഇഷ്ടിക ഉടയ്ക്കൽ. ബാബ പോകുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരാൻ പോകുന്ന സംഭവത്തെ പറ്റിയ ഒരു സൂചനയുണ്ടായി. ബാബ കൈവച്ചുകൊണ്ടിരുന്ന ഒരു പഴയ ഇഷ്ടിക മസ്ജിദിലുണ്ടായിരുന്നു. രാത്രി അതിന്മേൽ ചാരിയാണ് ബാബ ആസനസ്ഥനാവുക. ഇങ്ങനെ വളരെ കൊല്ലങ്ങളായിട്ടുള്ള പതിവായിരുന്നു. ഒരു ദിവസം ബാബയുടെ അഭാവത്തിൽ ഒരു ചെറുക്കൻ അവിടെ അടിച്ചു വാരുമ്പോൾ ആ ഇഷ്ടിക വഴുതി വീണ് 2 കഷണമായി പൊട്ടിപ്പോയി. ബാബ ഈ വിവരം അറിഞ്ഞ് അത് പൊട്ടിപ്പോയതിനെ പറ്റി ഇങ്ങനെ വിലപിച്ചു: ഇഷ്ടികയല്ല, എൻ്റെ വിധിയാണ് പൊട്ടിനുറുങ്ങിയത്. അതെൻ്റെ ജീവിത സുഹൃത്തായിരുന്നു. അതും വെച്ച് ഞാൻ സദാ ആത്മനെ പ്രാർത്ഥിക്കുമായിരുന്നു. അതെനിക്ക് എൻ്റെ ജീവന് തുല്യമായിരുന്നു. അതെന്നെ ഇന്ന് വിട്ടുപിരിഞ്ഞു. ചിലർ ചോദിച്ചേക്കാം, ബാബ എന്തിനാണ് ഇഷ്ടിക പോലത്തെ ഒരു നിർജീവ വസ്തുവിനെ ചൊല്ലി വിലപിക്കുന്നത് എന്ന്. അതിന് ഹേമത് പാന്തിന്റെ മറുപടി: ഋഷീശ്വരന്മാർ നിസ്സഹായരെയും ദരിദ്രരെയും സഹായിക്കാനാണ് അവതരിക്കുന്നതെന്നും അങ്ങനെ അവതരിച്ചു കഴിഞ്ഞാൽ അവർ ജനങ്ങളുമായി ഇടപഴകി അവരെ പോലെ പുറമേക്ക് പെരുമാറി ചിരിക്കുകയും കളിക്കുകയും കരയുകയും എല്ലാം ചെയ്യുമെന്നും, എന്നാൽ ആന്തരികമായി അവർ ഉദ്ബുദ്ധരും ശാന്തരുമായി അവരുടെ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുമെന്നുമാണ്. അതായത് 1886 ബാബ ഒരു സീമാലംഘനത്തിന് പരിശ്രമിക്കുകയുണ്ടായി. ഒരു മാർഗപൗർണമി ദിവസം ബാബയ്ക്ക് വല്ലാത്ത കാസ രോഗം പിടിപെട്ടു. അതിൽ നിന്ന് മോചിതനാവാൻ ബാബ പ്രാണനെ വളരെ ഉയരത്തിലേക്ക് ഉയർത്താനും സമാധിസ്ഥനാവാനും തീർച്ചപ്പെടുത്തി. ബാബ ഭഗത് മലസപതിയോട് പറഞ്ഞു: എൻ്റെ ദേഹം 3 ദിവസങ്ങളോളം സംരക്ഷിക്കുക. ഞാൻ മടങ്ങി വന്നാൽ എല്ലാം ശരിയായിരിക്കും. മടങ്ങി വന്നില്ലെങ്കിൽ എൻ്റെ ദേഹം ആ തുറന്ന സ്ഥലത്ത് അടക്കം ചെയ്യുക. അവിടെ 2 കൊടിക്കൂടകൾ അടയാളമായി സ്ഥാപിക്കുക. ഇതും പറഞ്ഞ് രാത്രി 10 മണിയോടുകൂടി ബാബ താഴെ വീണു. ശ്വാസോച്ഛ്വാസവും നാടിമിടിപ്പും നിലച്ചു. പ്രാണൻ ദേഹത്തെ വെടിഞ്ഞ പോലെ തോന്നി. ഗ്രാമത്തിലുള്ളവരെല്ലാം വന്ന് അന്വേഷണം നടത്തി. ദേഹം ബാബ പറഞ്ഞ സ്ഥലത്ത് അടക്കണമെന്നായി. മാലസപതി ഇതെല്ലാം തടഞ്ഞു. ബാബയുടെ ശരീരം മടിയിൽ വെച്ച് സൂക്ഷിച്ച് അയാൾ 3 ദിവസം ഒരേ ഇരിപ്പിരുന്നു. 3 നാൾ കഴിഞ്ഞ് വൈകുന്നേരം 3 മണിക്ക് ബാബ ജീവനുള്ള ലക്ഷണം കാണിച്ചു. അടിവയറിന്റെ ഭാഗത്ത് ഒരു ചലനം കണ്ടു. ബാബ കണ്ണു തുറന്ന് കൈകാലുകൾ നിവർത്തി ബോധവാനായി തീർന്നു. ഈ സംഭവത്തിൽ നിന്നും മറ്റും വായനക്കാർ 3.5 മുഴം നീളത്തിൽ കുടികൊണ്ടിരുന്ന ഒരു ശരീരം മാത്രമായിരുന്നുവോ ബാബ എന്ന് തീരുമാനിക്കട്ടെ. ബാബ ശരീരം ഉപേക്ഷിച്ചാലും സർവന്തര്യാമിയും ആത്മനിവാസിയുമായി എന്നും നിലകൊള്ളുന്നു. പഞ്ചഭൂതാത്മകമായ ദേഹം ക്ഷണീകവും നാശോന്മുഖവുമാണ്. അതിലുള്ള ആത്മൻ കേവല സത്യവും നാശരഹിതവും ശാശ്വതവുമാണ്. മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്ന ബോധമാകുന്ന ബ്രഹ്മത്തെ സായിയായി കാണുവിൻ. ഇത് പ്രപഞ്ചത്തിലെ സർവത്തിലും മുഴുകിയിരിക്കുന്നു.
അതില്ലാത്ത ഇടമില്ല. കൽപ്പിതമായ പ്രവർത്തനം പൂർത്തിയാക്കാൻ ബാബ ഒരു ശരീരം ധരിച്ചു. പ്രവൃത്തി പൂർത്തിയാക്കിയതോടുകൂടി അത് ഉപേക്ഷിക്കുകയും ചെയ്തു. വീണ്ടും ശാശ്വതത്വത്തിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. സായി മുമ്പുണ്ടായ ദത്താവതാരമായ ഗനാഗാപൂരിലെ ശ്രീ നരസിംഹ സരസ്വതിയെ പോലെ തന്നെ എന്നും നാശമില്ലാതെ നിലകൊള്ളുന്നു. ബാബയുടെ മൃതി ഒരു ബാഹ്യഭാവം മാത്രമാണ്. യഥാർത്ഥത്തിൽ ബാബ സർവചരാചരങ്ങളിലും ആമഗ്നനായി അവയുടെ അന്തർയാമിയും നിയന്താവുമായി വാഴുകയാണ്. ഇത് ഇന്നും ബാബയിൽ സർവം സമർപ്പിച്ചാൽ ബോധ്യപ്പെടുന്നതും പൂർണ്ണ മനസ്സാലെ ബാബയെ ഭക്ത്യാദരവോടെ ആരാധിച്ചാൽ അനുഭവപ്പെടുന്നതുമാണ്. ഇന്ന് നമുക്ക് ബാബയെ ശരിയായി കാണാൻ കഴിയില്ലെങ്കിലും ഷിർദിയിൽ പോയാൽ മസ്ജിദിൽ ബാബയുടെ ജീവനുള്ള പോലത്തെ ഛായാപടം നമുക്ക് കാണാൻ കഴിയും. ഇത് ശ്യാമറാവ് ജേക്കർ എന്ന കലാകാരനായ ഒരു ഭക്തൻ വരച്ചതാണ്. ഭാവനാസമ്പന്നനായ ഭക്തന് ഈ പടം നോക്കിയാൽ ഇന്നും ബാബയെ ദർശിച്ച സംതൃപ്തി അനുഭവിക്കാവുന്നതാണ്. ബാബയ്ക്ക് ഇന്നൊരു ദേഹമില്ലെങ്കിലും ബാബ അവിടെയും സകലയിടത്തും വാഴുന്നുണ്ട്. ഇന്നും ഭക്തന്മാരുടെ ക്ഷേമകാര്യങ്ങളിൽ ബാബ ദേഹിയായിരുന്ന കാലത്തെ പോലെ തന്നെ തൽപരനാണ്. ബാബയെ പോലുള്ള ഋഷീശ്വരന്മാർ മരിക്കുന്നില്ല. മനുഷ്യരെ പോലെ കാഴ്ചയിൽ തോന്നുമെങ്കിലും അവർ ദൈവം തന്നെയാണ്. ബാപ്പു സാഹിബ് ജോഗിന്റെ സന്യാസം. ഹേമത് പാന്ത് ജോഗിന്റെ സന്യാസത്തെപ്പറ്റി പറഞ്ഞാണ് അധ്യായം അവസാനിപ്പിക്കുന്നത്. സഖാറാം ഹരി എന്ന അപരനാമമായ ബാപ്പു സാഹിബ് ജോഗ് പൂനെയിലെ പ്രശസ്തനായ വർക്കരി വിഷ്ണു ഭുവജോഗിന്റെ അമ്മാവനാണ്. ഗവൺമെന്റ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷം 1909 അയാൾ ഭാര്യയോടുകൂടി വന്ന് ഷിർദിയിൽ താമസമാക്കി. ഭാര്യയും ഭർത്താവും ബാബയെ അത്യധികം ആദരിച്ച് ബാബയെ സേവിച്ച് കഴിഞ്ഞുകൂടി. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. മേഘയുടെ മരണശേഷം ബാപ്പു സാഹിബാണ് മസ്ജിദിലും ചാവടിയിലും മഹാസമാധി വരെയും ആരതി നടത്തിയിരുന്നത്. അയാൾക്ക് സത്തേവാഡയിൽ വെച്ച് ജ്ഞാനേശ്വരിയും ഏകനാഥ ഭാഗവതവും വായിച്ച് അർത്ഥം പറയുന്ന ജോലിയും കൊടുത്തിരുന്നു. അനവധി കാലം സേവനം ചെയ്ത ശേഷം ജോഗ് ബാബയോട്, ഞാൻ അവിടുത്തെ വളരെ കാലം സേവിച്ചു, എനിക്ക് മനഃശാന്തിയും സംതൃപ്തിയും കിട്ടിയില്ല. എന്താണ് എനിക്ക് ഋഷിമാരുടെ സംസർഗമുണ്ടായിട്ട് കൂടി നന്മ വരാഞ്ഞത്? എപ്പോഴാണ് അവിടുന്ന് എന്നെ അനുഗ്രഹിക്കുക എന്ന് ചോദിച്ചു. ഭക്തന്റെ പ്രാർത്ഥന കേട്ട് ബാബ മറുപടിയായി, കാലക്രമം കൊണ്ട് നിന്റെ ദുഷ്കർമ്മ ഫലം അവസാനിക്കും. നിന്റെ പുണ്യാപുണ്യങ്ങൾ ഇല്ലായ്മ ചെയ്ത് ഭസ്മീകരിക്കപ്പെടും. അന്നേരം നീ നിസ്സംഗനായി കാമവും ക്രോധവും ആഹാരപ്രിയവും എല്ലാം ഉപേക്ഷിച്ച് നിന്റെ എല്ലാ തടസ്സവും തീർന്ന് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ സേവിച്ച് ഭിക്ഷാന്തേഹിയായി സന്യാസം സ്വീകരിക്കുമ്പോൾ നിന്നെ ഞാൻ അനുഗ്രഹീതനായി കാണും എന്ന് പറഞ്ഞു. അല്പകാലത്തിനുള്ളിൽ ബാബയുടെ വാക്കുകൾ ശരിയായി വന്നു. അയാളുടെ ഭാര്യ ആദ്യം മരിച്ചു. പിന്നെ അയാൾ തികച്ചും നിസ്സംഗനും സ്വതന്ത്രനുമായി. അയാൾ സന്യാസം സ്വീകരിച്ച് ജീവിത സാക്ഷാത്കാരം നേടി. ബാബയുടെ അമൃതവാണികൾ. കരുണാമയനും സ്നേഹസമ്പന്നനുമായ ബാബ മസ്ജിദിൽ വെച്ച് എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നവൻ എന്നെ സദാ കാണുന്നു. ഞാനില്ലാത്ത ലോകം അവന് കേവലം ശൂന്യമാണ്. അവന് എൻ്റെ അപദാനങ്ങളല്ലാതെ മറ്റൊരു കഥയും പറയുവാനില്ല. അവൻ നിരന്തരം എന്നിൽ ധ്യാനനിരതനായി സദാ എൻ്റെ നാമം ജപിക്കുന്നു. സർവവും എന്നിൽ സമർപ്പിച്ച് എന്നെ സ്മരിക്കുന്നവനോട് ഞാൻ സ്വയം കടപ്പെട്ടവനായി കരുതുന്നു. ഞാൻ അവൻ്റെ കടം വീട്ടുന്നത് അവന് മുക്തി പ്രദാനം ചെയ്തിട്ടാണ്. എന്നെ സ്മരിച്ച് എൻ്റെ പിന്നാലെ കൂടി എനിക്ക് തന്നല്ലാതെ ഭക്ഷണം കഴിക്കാത്തവനിൽ ഞാൻ ആശ്രിതനാവുന്നു. ഇങ്ങനെ യാതൊരുവൻ എന്നെ സമീപിക്കുന്നുവോ അവൻ ഞാനുമായി താതാത്മ്യം പ്രാപിച്ച് ഐക്യം സംഭവിച്ച് നദി സമുദ്രത്തിൽ ലയിക്കുന്ന പോലെ എന്നിൽ ലയിക്കുന്നു. അതുകൊണ്ട് അഹംഭാവത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും ലാഞ്ച പോലും ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയനിവാസിയായ എന്നിൽ നിങ്ങൾ ശരണം പ്രാപിച്ചാലും. ആരാണ് ഈ ഞാൻ?
സായിബാബ ആരാണ് ഈ ഞാൻ എന്ന് പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട്. ബാബ പറയും, നിങ്ങൾ എന്നെ അന്വേഷിച്ച് ദൂരദിക്കിലൊന്നും പോവേണ്ടതില്ല. നിങ്ങളുടെ പേരും ആകൃതിയും ഒഴിച്ചാൽ നിങ്ങളിലും സർവ്വജീവജാലങ്ങളിലുമുള്ള ആ സ്ഥിതിയുണ്ടല്ലോ, ബോധമാവുന്ന സ്ഥിതി, അതാണ് ഞാൻ. ഇതറിഞ്ഞ് നിങ്ങൾ എന്നെ നിങ്ങളിൽ തന്നെയും സകല ജീവജാലങ്ങളിലും കണ്ടെത്തുവിൻ. ഇത് നിങ്ങൾ പരിശീലിച്ചാൽ നിങ്ങൾക്ക് സർവന്തര്യാമിത്വവും എന്നിലുള്ള ഐക്യവും അനുഭവപ്പെടും. ഹേമത് പാന്ത് അതുകൊണ്ട് വായനക്കാരെ വണങ്ങി അവരോട് എല്ലാ ദൈവങ്ങളെയും ഋഷിമാരെയും ഭക്തന്മാരെയും സ്നേഹിച്ച് ബഹുമാനിക്കാൻ വിനീതമായും സ്നേഹപൂർവമായും അപേക്ഷിക്കുകയാണ്. ബാബ എപ്പോഴും പറഞ്ഞിട്ടില്ലേ, യാതൊരുത്തൻ മറ്റുള്ളവരുടെ കൂടെ നിന്ദിക്കുകയും കുറ്റം പറയുകയും ചെയ്യുന്നുവോ അവൻ എൻ്റെ ഹൃദയം പിളർന്ന് എന്നെ പരിക്കേൽപ്പിക്കുകയായിരിക്കും. യാതൊരുവൻ എല്ലാം സഹിച്ച് ക്ഷമിക്കുന്നുവോ അവൻ എന്നെ അങ്ങേയറ്റം സംപ്രീതനാക്കുന്നു എന്ന്. ബാബ അങ്ങനെ എല്ലാ ഭാഗങ്ങളിലും അലങ്കാരമായി വെച്ചിരിക്കുകയാണ്. സർവ്വ ജീവജാലങ്ങളോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ബാബ ഇഷ്ടപ്പെടുന്നില്ല. അത്തരം അമൃതവാണികൾ സദാ ബാബയുടെ ചുണ്ടുകളിൽ നിന്നും ബഹിർഗമിക്കുകയായിരുന്നു. യാതൊരുത്തൻ ബാബയുടെ പ്രശസ്തിയെ ഭക്ത്യാദരങ്ങളോടെ പാടി പുകഴ്ത്തുന്നുവോ അവനും, അവയെ ഭക്ത്യാദരങ്ങളോടെ യാതൊരുത്തൻ ശ്രദ്ധിക്കുന്നുവോ അവനും ബാബയിൽ ലയിച്ച് ഐക്യം പ്രാപിക്കുന്നു എന്ന് പ്രസ്താവിച്ച് ഹേമത് പാന്ത് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു. ശ്രീ സായിയെ നമിക്കുവിൻ. ലോകശാന്തി ഭവിക്കട്ടെ.